Hello friends, എല്ലാവർക്കും ടെക് ഫോർ മലയാളത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അരുൺ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം അല്ലെങ്കിൽ വാട്സപ്പിലെ ചെറിയൊരു ട്രിക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇത് ട്രിക്ക് ഒന്നുമല്ല, വാട്സപ്പിലെ ഒരു ഫീച്ചർ തന്നെയാണ്. എന്നാൽ പല കൂട്ടുകാർക്കും ഇത് ഉപയോഗിക്കാൻ അറിയില്ല എന്ന് മാത്രം. നമ്മൾ വാട്സപ്പിൽ ഡെയിലി ഒരുപാട് സ്റ്റാറ്റസ് വീഡിയോകളും ഇമേജുകളും ടെക്സ്റ്റുകളും ഒക്കെ നമ്മൾ അയക്കാറുണ്ട്, അല്ലെങ്കിൽ സ്റ്റാറ്റസ് ആയിട്ട് ഇടാറുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഡയറക്റ്റ് കയറി സ്റ്റാറ്റസ് ഇടുന്നു. നമ്മുടെ കോൺടാക്റ്റ് സേവ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാവർക്കും ആ ഒരു സ്റ്റാറ്റസ് കാണാൻ സാധിക്കും. എന്നാൽ ചില ആളുകൾ അല്ലെങ്കിൽ നമുക്ക് ചില ആളുകളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട്, ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ലവർ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അവൾക്ക് വേണ്ടി മാത്രമായിട്ട് നമുക്ക് സ്റ്റാറ്റസ് ഇടാൻ സാധിക്കും. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് കയറി അവളെ മാത്രം കണ്ടോട്ടെ എന്ന് വിചാരിച്ച് സ്റ്റാറ്റസ് ഇടുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കാണുന്നതായിരിക്കും. എനിക്ക് ആക്ച്വലി ഇങ്ങനെ ഒരു സംഭവിച്ചാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ നമുക്ക് വേണ്ട അല്ലെങ്കിൽ ഒരു ടാർഗറ്റഡ് പേഴ്സണിന് വേണ്ടി മാത്രം നമുക്ക് സ്റ്റാറ്റസ് ഇടാൻ പറ്റിയിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി നന്നായിരുന്നേനെ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ഫീച്ചർ വാട്സപ്പിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. നമ്മളൊരു സ്റ്റാറ്റസ് ഇടുമ്പോൾ അത് ആരൊക്കെ കാണണം അല്ലെങ്കിൽ ആരൊക്കെ കാണണ്ട, ആർക്ക് മാത്രം ആ ഒരു സ്റ്റാറ്റസ് വീഡിയോ കിട്ടണം അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഇമേജ് കിട്ടണമെന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാൻ സാധിക്കും. എന്നാൽ പല കൂട്ടുകാർക്കും അത് അറിയില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്ത് തരാമെന്ന് ഞാൻ വിചാരിച്ചു. നിങ്ങളിൽ കുറേ അധികം ആൾക്കാർ ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ ഉപയോഗിക്കുന്നവർ ദയവ് ചെയ്ത് എന്നെ തെറി പറയരുത്. ഉപയോഗിക്കാൻ അറിയാത്തവർ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റാറ്റസിൻ്റെ ഇവിടെ മെനുവിൽ വരുന്നു. എന്നിട്ട് ഇവിടെ ഒന്നെങ്കിൽ ടെക്സ്റ്റ് സ്റ്റാറ്റസ് ആയിരിക്കും അപ്ഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇമേജ്, നമ്മുടെ ഇമേജോ വീഡിയോസോ ആയിരിക്കും അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ഇങ്ങനെ കയറി അപ്ലോഡ് ചെയ്യുമായിരിക്കും സാധാരണ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുകളിലായിട്ട് ഒരു 3 ഡോട്ട് കാണുന്നുണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ സ്റ്റാറ്റസ് പ്രൈവസി എന്ന് ഒരു ഓപ്ഷൻ കാണുന്നുണ്ടാവും. പലരും ഇതൊന്നും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നിലവിൽ കിടക്കുന്നത് മൈ കോണ്ടാക്ട്സ് എന്നാണ്. അതായത് നിങ്ങളൊരു സ്റ്റാറ്റസ് ഇട്ടാൽ നിങ്ങളുടെ കോണ്ടാക്റ്റ് സേവ് ചെയ്ത് വെച്ചിട്ടുള്ള, അതുപോലെ തന്നെ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാവർക്കും നിങ്ങളുടെ സ്റ്റാറ്റസ് കാണാൻ സാധിക്കും. എന്നാൽ നിങ്ങൾക്ക് ഇവിടെ രണ്ടാമതായി മൈ കോണ്ടാക്ട് എക്സിപ്റ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മൂന്നാമതായി ഓൺലി ഷെയർ വിത്ത് എന്നൊരു ഓപ്ഷനും കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയി ഒരാൾക്ക് വേണ്ടി മാത്രം ഒരു സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളിവിടെ മൂന്നാമത്തെ ഓൺലി ഷെയർ വിത്ത് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആർക്ക് മാത്രമാണോ ഷെയർ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് കാണേണ്ടത് അവർക്ക് വേണ്ടി മാത്രം നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഓരോ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓരോ കോൺടാക്റ്റിൻ്റെ നേരെയും ജസ്റ്റ് ഓരോ ടിക്ക് ചെയ്തിടുക. അതിന് ശേഷം ഇവിടെയുള്ള ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് മാത്രമേ നമ്മുടെ സ്റ്റാറ്റസ് കാണാൻ സാധിക്കുള്ളൂ. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഒരു സ്റ്റാറ്റസ് ഇടുകയാണെങ്കിൽ നമ്മൾ ആ ടിക്ക് ചെയ്ത് അത്രയും ആളുകൾക്ക് മാത്രമേ ആ ഒരു സ്റ്റാറ്റസ് കാണാൻ സാധിക്കുള്ളൂ. ഇനി നമ്മൾ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സ്റ്റാറ്റസ് പ്രൈവസി എടുക്കുന്നു. അവിടെ നിങ്ങൾക്ക് രണ്ടാമതായി ഒരു ഓപ്ഷൻ കാണാം മൈ കോണ്ടാക്ട്സ് എക്സിപ്റ്റ്സ് എന്ന്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിടുന്ന സ്റ്റാറ്റസ് ആർക്കാണോ കാണാണ്ടിരിക്കേണ്ടത് അവർക്ക് വേണ്ടി മാത്രം, അവരെ മാത്രം നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ സ്റ്റാറ്റസിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ ഈ 3 പേർക്ക് ഞാൻ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് ആക്കാൻ സാധിക്കും. അതിനായിട്ട് ജസ്റ്റ് ടിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെയുള്ള ഈ ഒരു ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടിക്ക് ചെയ്ത ആ 3 ആൾക്കാർക്ക് മാത്രം കാണില്ല, ബാക്കിയുള്ള കംപ്ലീറ്റ് ആൾക്കാർക്ക് നമ്മുടെ സ്റ്റാറ്റസ് കാണുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് നോർമൽ രീതിയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ജസ്റ്റ് 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക, സ്റ്റാറ്റസ് പ്രൈവസി പോവുക, മൈ കോണ്ടാക്റ്റ് ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കോണ്ടാക്റ്റിലുള്ള എല്ലാവർക്കും നിങ്ങളുടെ സ്റ്റാറ്റസ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക. സോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സ്നേഹപൂർവ്വം.